നമസ്കാരം. കേരള ന്യൂസിന്റെ പുതിയ വാർത്താ അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. തൊഴിലുറപ്പ് പദ്ധതിയെ തൊഴിലുഴപ്പ് പദ്ധതി, തൊഴിലിരിപ്പ് പദ്ധതി എന്നിങ്ങനെ പരിഹസിച്ചവർ എത്രയുണ്ട്? തൊഴിലുറപ്പ് തൊഴിലാളികളെ ആക്ഷേപിക്കാത്ത കോമഡി പരിപാടികൾ തന്നെ കുറവാണ്. എന്നാൽ കേരളത്തിലെയും രാജ്യത്തിലെ മറ്റു ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും കോടിക്കണക്കായ സാധാരണക്കാർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ പദ്ധതിയെ ആശ്രയിച്ചാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ വി.ബി.ജി റാംജി പദ്ധതി തൊഴിലുറപ്പ് തൊഴിലാളികളെ പെരുവഴിയിലാക്കുമോ എന്നാണ് ഈ പുതിയ വാർത്താ അപ്ഡേറ്റിലൂടെ അവതരിപ്പിക്കുന്നത്. വിവരങ്ങളിലേക്ക് കടക്കും മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. അവിദഗ്ധരായ സ്ത്രീ തൊഴിലാളികൾക്ക് വർഷത്തിൽ 100 ദിവസം തൊഴിലുറപ്പ് നൽകുന്ന പരിപാടിയായിരുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഇന്നതിന്റെ പേര് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്കർ ആൻഡ് അജീവിക മിഷൻ വി.ബി.ജി റാംജി എന്നാണ്. 100-ന് പകരം 125 തൊഴിൽ ദിനങ്ങൾ വി.ബി.ജി റാംജി പദ്ധതിയിൽ ഉണ്ടാവുമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയിരുന്നത്. എന്നാൽ ഫലത്തിൽ ഇത്രയും ദിവസം തൊഴിൽ ലഭിക്കില്ല എന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ. അവിദഗ്ധ തൊഴിലാളികൾക്ക് അവസരം കുറയുന്ന തരത്തിലാണ് വി.ബി.ജി റാംജി വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം. ഇത് കോടിക്കണക്കായ തൊഴിലുറപ്പ് തൊഴിലാളികളെ ആശങ്കപ്പെടുത്തുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കാർഷിക വൃത്തിയുടെ സമയങ്ങളിൽ 60 ദിവസം തൊഴിലുറപ്പ് പദ്ധതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. ശേഷിക്കുന്ന 305 ദിവസത്തിൽ നിന്നാണ് 125 ദിവസം തൊഴിൽ ദിനമായി നൽകേണ്ടത്. ഇത്രയും തൊഴിൽ ദിനം ഉറപ്പായി നൽകാൻ കഴിയില്ല. കാർഷിക വൃത്തിയുടെ 60 ദിന കാലയളവ് ഏതെന്ന് നിശ്ചയിക്കേണ്ടത് സംസ്ഥാനങ്ങളാണ്. ഉത്തരേന്ത്യയിൽ ഏറെ ഭൂമിയുള്ള ജന്മിമാർക്ക് കൃഷിക്കാലത്ത് കുറഞ്ഞ ചെലവിൽ പണിയെടുക്കാൻ ആളുകളെ ലഭിക്കാനാണ് 60 ദിവസത്തെ നിയന്ത്രണമെന്നും ആക്ഷേപമുണ്ട്. തൊഴിലിൽ വൈദഗ്ധ്യമില്ലാത്തവർ കാലക്രമേണ പദ്ധതിയിൽ നിന്ന് പുറത്താകുമെന്നാണ് മറ്റൊരു റിപ്പോർട്ട്. നിലവിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ പദ്ധതി ആദ്യം ബാധിക്കില്ല. എന്നാൽ തൊഴിൽ മേഖലയിൽ വൈദഗ്ധ്യം ആവശ്യം വന്നാൽ അവിദഗ്ധ തൊഴിലാളികൾ പദ്ധതിയിൽ നിന്ന് സ്വാഭാവികമായും പുറത്താകും. ഒരു വർഷത്തിനുള്ളിൽ ഇത് സംഭവിച്ചേക്കാം. പുതിയ പദ്ധതി പ്രകാരം തൊഴിലുറപ്പ് ജോലികളിൽ ശാരീരിക ക്ഷമതയും കണക്കിലെടുക്കാൻ സാധ്യതയുണ്ട്. 70 വയസ്സിന് മുകളിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒട്ടേറെ പേരുണ്ട്. ശാരീരിക ക്ഷമത വിലയിരുത്തിയാൽ ഇവർ പദ്ധതിയിൽ നിന്ന് പുറത്താകാൻ സാധ്യത കൂടുതലാണ്. 266 ജോലി ഇനങ്ങളായിരുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉണ്ടായിരുന്നത്. പുതിയ പദ്ധതിയിൽ 318 തൊഴിലിനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മെറ്റീരിയൽ വർക്കാണ് കൂടുതലായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ പൊതുവെ ചെയ്തിരുന്ന മഴക്കുഴി, മൺകയ്യാല നിർമ്മാണം തുടങ്ങിയവ പട്ടികയിലില്ല. തരിശു നിലവും തരിശു ഭൂമിയും കൃഷിയോഗ്യമാക്കുന്നതും പദ്ധതിയിലില്ല. കർഷകർക്ക് വ്യക്തിപരമായി തീറ്റപ്പുൽ കൃഷി നടത്തുന്നതിനും മാർഗമില്ല. സ്വയം സഹായ സംഘങ്ങളായി കൂട്ടായി വേണമെങ്കിൽ ചെയ്യാം. റബ്ബർ ടാപ്പിംഗ് തൊഴിലുറപ്പ് പദ്ധതിയിലില്ല. റബ്ബർ ടാപ്പിംഗ് വി.ബി.ജി റാംജി പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് റബ്ബർ ബോർഡ് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ടെങ്കിലും പരിഗണിക്കുമോ എന്നും ഉറപ്പില്ല. മലയോര മേഖലകളിൽ റബ്ബർ കൃഷി വ്യാപകമായിട്ടുള്ള സാഹചര്യത്തിലാണ് കത്ത് നൽകിയത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ തൊഴിൽ തീരുമാനിച്ചിരുന്നത് പഞ്ചായത്തുകളായിരുന്നു. ഗ്രാമസഭകളുടെ ഉൾപ്പെടെ ആവശ്യം പരിഗണിച്ചായിരുന്നു തീരുമാനമെടുത്തിരുന്നത്. എന്നാൽ പുതിയ പദ്ധതിയിൽ പഞ്ചായത്തുകൾക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല. ഓരോ പഞ്ചായത്തിലും നിശ്ചയിക്കുന്ന തൊഴിലുറപ്പ് വിഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാകും തൊഴിൽ ദിനങ്ങൾ. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്ര വിഹിതം കഴിഞ്ഞുള്ള ജോലികളും പഞ്ചായത്തുകൾ നടത്തിയിരുന്നു. കാലതാമസം നേരിട്ടാലും തൊഴിലാളികളുടെ വേതനം പിന്നീട് ലഭിച്ചിരുന്നു. പഞ്ചായത്തുകൾ സ്വന്തം നിലയിൽ ജോലി ചെയ്യിച്ചാൽ പുതിയ പദ്ധതി പ്രകാരം തൊഴിലാളികൾക്ക് വേതനം ലഭിക്കില്ല. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ ദാനമായിരുന്നെങ്കിൽ വി.ബി.ജി റാംജി പദ്ധതിയിൽ ലഭിക്കുന്ന ഫണ്ടിനനുസൃതമായ തൊഴിൽ ലഭിക്കൂ. വി.ബി.ജി റാംജി പദ്ധതി കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കാൻ ബയോമെട്രിക് ഹാജർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഹാജറിന് ബയോമെട്രിക് സംവിധാനം പ്രായോഗികമല്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ബയോമെട്രിക് സംവിധാനത്തിന് ഇന്റർനെറ്റ് കണക്ഷൻ നിർബന്ധമാണ്. ഇന്റർനെറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഹാജർ രേഖപ്പെടുത്താൻ കഴിയുമോ എന്ന ആശങ്കയാണ് തൊഴിലാളികൾ പങ്കുവയ്ക്കുന്നത്. ബയോമെട്രിക് ഹാജറിന് പുറമെ GPS മൊബൈൽ മോണിറ്ററിംഗ്, നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയുള്ള ആസൂത്രണം തുടങ്ങിയവ പദ്ധതിയുടെ ഗുണങ്ങളായി കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. നേരത്തെ ഒരു പരിധി വരെ മാത്രമായിരുന്നു ഡിജിറ്റൽ നിയന്ത്രണം ഉണ്ടായിരുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയെ ആശ്രയിച്ചാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും മറ്റു ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും പാവപ്പെട്ടവരായ കോടിക്കണക്കിന് ആളുകൾ ജീവിക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ വി.ബി.ജി റാംജി പദ്ധതി പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അന്നം മുടക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. തൊഴിലുറപ്പ് പദ്ധതിയുമായും കേന്ദ്ര സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട മറ്റു മുഴുവൻ വാർത്താ അപ്ഡേറ്റുകളും ഈ ചാനലിൽ ലഭ്യമാണ്. നന്ദി, നമസ്കാരം.